ഫ്രാൻസിസ് പാപ്പയുടെ കാനഡ സന്ദർശനത്തിന് തുടക്കമായി. ജൂലൈ 24 ഇന്ത്യൻ സമയം രാത്രി 10:50 എഡ്മണ്ടണിൽ എത്തിയ പാപ്പയെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഗവർണർ ജനറൽ മേരി സൈമണും മറ്റ് രാഷ്ട്രീയ പ്രമുഖരും തദ്ദേശീയ ജനതയുടെ കൂട്ടായ്മയായ ട്രീറ്റി 6 ഫസ്റ്റ് നേഷൻസിന്റെ പ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. ജൂലൈ 24 മുതൽ 29 വരെയാണ് പാപ്പയുടെ അപ്പസ്തോലിക യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. നീണ്ട 10 മണിക്കൂർ യാത്ര ചെയ്താണ് ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക സന്ദർശനത്തിനായി കാനഡയിൽ എത്തുന്നത്. ITA എയർവേസിൽ ഇന്ത്യൻ സമയം രാത്രി 10:50 എഡ്മണ്ടണിൽ എത്തിയ പാപ്പയെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, കാനഡയിലെ ആദ്യ തദ്ദേശീയ ഗവർണർ മേരി സൈമൺ, തദ്ദേശീയ ജനതയുടെ കൂട്ടായ്മയായ ട്രീറ്റി 6 ഫസ്റ്റ് നേഷൻസിന്റെ അധ്യക്ഷൻ ജോർജ് അർക്കൻ, കാനഡയിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കലശലായ മുട്ടുവേദനയുള്ളതിനാൽ യാത്രയിൽ എലിവേറ്ററും വീൽചെയറും പാപ്പ ഉപയോഗിച്ചിരുന്നു. തദ്ദേശീയ ജനതയുടെ സംഗീത സംഘമായ ലോഗൻ അലക്സിസ് എത്നിക് ഡ്രമ്മുകളും നാടൻ സംഗീത ഉപകരണങ്ങളും ഉപയോഗിച്ച് പരമ്പരാഗത ഗാനം ആലപിച്ചാണ് പാപ്പയെ സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ വിവിധ തദ്ദേശീയ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ പ്രമുഖർ പാപ്പയ്ക്ക് ഉപഹാരങ്ങൾ നൽകിയും സ്വീകരിച്ചു. കാനഡയിലെ തദ്ദേശീയ ജനതയോട് സഭാമക്കൾ അറിഞ്ഞും അറിയാതെയും ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന സകല തെറ്റുകുറ്റങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പാപ്പയുടെ കനേഡിയൻ പര്യടനം. പശ്ചാത്താപ തീർത്ഥാടനം എന്നാണ് പ്രസ്തുത യാത്രയെ പാപ്പ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ തദ്ദേശീയരുടെ മാനസിക സൗഖ്യവും അനുരഞ്ജനവും സാധ്യമാക്കുക എന്നതും സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. ജൂലൈ 25 പാപ്പയുടെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുക. മെസ്ക്വാചീസിൽ തദ്ദേശീയ ജനതയുമായുള്ള കൂടിക്കാഴ്ചയാണ് പാപ്പയുടെ ആദ്യത്തെ പൊതുപരിപാടി. ജൂലൈ 29 വരെയാണ് പാപ്പയുടെ കാനഡ സന്ദർശനം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.